എന്നോടൊപ്പം അനക കൂടി ചേരുന്നുണ്ട്. അനക ഒരു പുതിയ തലമുറയുടെ ആളാണ്. അനക ഈ വേടന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ അനക? ഞാനങ്ങനെ കേൾക്കാറൊന്നുമില്ല സാർ. കേൾക്കാറില്ലേ? പക്ഷേ ഈ യുവാക്കളുടെ ഒക്കെ ഒരു ഹരമാണ് വേടൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അതിപ്പോ നമുക്ക് എല്ലാ യുവാക്കളും പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ ജെൻസി ആയിക്കോട്ടെ, ഇപ്പം ഞങ്ങളെപ്പോലെ 90s കിഡ് ആയിക്കോട്ടെ, ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ജെൻസിയിലും ഈ പറഞ്ഞ പോലെ ഈ പല കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ആയി നിൽക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 90s കിഡിലാണെങ്കിലും ഇയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് പൊതുവെ ഇങ്ങനെ റാപ്പ് സോങ്ങിനോടൊന്നും താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഫോളോ ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു അദ്ദേഹം രണ്ട് തരം കേസുകളിൽ പ്രതിയാണ്. ഒന്ന് ഗോവിന്ദ മാഷാണെങ്കിൽ എക്സൈസ് മന്ത്രിയുമാണ്. കഞ്ചാവ് പോലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പിന്നെ അത് തിരുത്തുകയും ചെയ്തു, അത് ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കുന്നു എന്നത് രാഷ്ട്രീയം നോക്കിയാണ്, ജാതി നോക്കിയാണെന്നൊക്കെ പറയുമ്പോൾ അത് സ്വീകാര്യമാകും അനക യുവാക്കൾക്ക്? എന്താണ് തോന്നുന്നത്? അതിപ്പോ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ എന്തോ വെപ്രാളത്തി എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് സെലക്റ്റീവ് നീതിയോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല. എരാന്ന് പറഞ്ഞാൽ എര തന്നെയാണ്. അതിനൊരു സെലക്റ്റീവ് ആയിട്ട് കുറച്ചു പേരുടെ കൂടെ നിൽക്കാം, കുറച്ചു പേരുടെ കൂടെ നിൽക്കേണ്ട, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണെങ്കിൽ ഇവരാരും ഒന്നും അതും ആരോപ വിധേയനായാലും ഇപ്പൊ ജാമ്യത്തില്ല. അപ്പൊ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ആൾക്കാരെ ആക്രമിക്കാൻ, കുറച്ച് ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ, അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അങ്ങനെയുള്ള ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതിനോട് എനിക്ക് താല്പര്യമില്ല. പരിഗണിക്കേണ്ടത് ആ പ്രതിയുടെ രാഷ്ട്രീയമോ ജാതിയോ അല്ല. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്ന് പറയും ഇന്ന ആൾ ഇന്ന പാർട്ടിയിലുള്ള ആൾക്കാരാണ്. ഇതൊക്കെ എന്ന് തൊട്ട് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുറ്റം നോക്കുക. അല്ലാതെ അവന്റെ ജാതി എന്താ, അവന്റെ മതം എന്താണ്, അവൻ ഏത് പാർട്ടിക്കാരനാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. അവന്റെ കുറ്റം നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ ജാതി, മതം, പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്കാലത്ത് ആർക്കും ശിക്ഷ വയ്ക്കാനോ അല്ലെങ്കിൽ ആരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെയും ഒക്കെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ എന്ത് രീതിയാണുള്ളത്? അപ്പൊ പിന്നെ ചെയ്ത കുറ്റം ആരും മൈൻഡ് ചെയ്യത്തില്ല. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫേവറിറ്റിസം വരും. ഇന്ന ആളാ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇയാളുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, ഇപ്പൊ ഈ ജെൻസിയുടെ ഇടയിലൊക്കെ ഒരു പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ട്. ചിലപ്പോ ഇലക്ഷനൊക്കെ വരുമല്ലോ, അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.